ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതാ ഞാൻ ഇന്നും രാവിലെ അതേപോലെ മോർണിംഗ് റൊട്ടീൻ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ പുറത്ത് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അത് നോക്കി നിന്നാൽ ശരിയായില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും മക്കളൊക്കെ മദ്രസയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോഴേക്കിനും ഞാനിതാ ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദോശ, ചമ്മന്തി, അതുപോലെ ചട്നിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ഞാൻ കൊടുത്തു. ഞാൻ വേഗം മോർണിംഗ് റൊട്ടീന് എടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. ഒരുപാട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? നാട്ടിൽ മഴയുണ്ടോ? നിങ്ങളുടെ ഭാഗത്തൊക്കെ മഴയുണ്ടോ? അതൊക്കെ ഒന്ന് കമൻസ് അറിയിക്കുക കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടിപ്പോൾ കമൻസ് അങ്ങനെ വരുന്നില്ല. എനിക്ക് നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻസ് അറിയിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് പറയാനൊരു ലൈക്ക് വേണം കേട്ടോ. അപ്പോൾ ലൈക്ക് ഇട്ട ശേഷം നിങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങണം. അതുപോലെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർമ്മിക്കുമല്ലോ. അപ്പോൾ അതാ ഞാൻ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഇനി എൻ്റെ ഊഴമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മഴയൊക്കെ കണ്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല ആസ്വദിച്ചിട്ടൊന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശ, ചമ്മന്തി, കുറച്ച് ചട്നിയൊക്കെ എടുത്തിട്ട് അവിടെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ദോശ, ചമ്മന്തി, ചട്നി ഈ കോംബോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻസ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടു കേട്ടോ. കുറച്ച് നേരം വെളിയിലൊന്ന് കണ്ണോടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊന്ന് പുറത്ത് നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ മയിൽ. ഇവിടെ പതിവായിട്ട് മയിലുകൾ വരും കേട്ടോ. മഴ പെയ്ത് തോർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയിൽ വരും. അതുപോലെ തന്നെ മഴ വരുന്നതിൻ്റെ ആ കുറച്ച് മുമ്പും ഇതുപോലെ മയിലിങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ആൺമയിലില്ലാന്ന് തോന്നുന്നു, അപ്പുറത്ത് പോയിരിക്കുകയാണ്. അതുപോലെ കുറേ പക്ഷികളൊക്കെ അപ്പുറത്തപ്പുറത്ത് പറക്കണുണ്ട്. കാക്ക, പരുന്തും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മയിൽ കണ്ടപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഈ മയിൽ, ആന അങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ എന്തായാലും ഒന്ന് നോക്കുമല്ലോ. നമ്മുടെ അടുക്കളപ്പുറത്താണ് കേട്ടോ അതുള്ളത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ അതിനെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ അപ്പുറത്തൊന്ന് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ കൈയും കൊണ്ട് കാണിച്ച് തരികയാണ്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അടുക്കളപ്പുറത്തൊക്കെ ഇതുപോലെ മയിലൊക്കെ വരികയോ അതുപോലെ പരുന്ത് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻസ് അറിയിക്കുക കേട്ടോ. അതൊക്കെ കണ്ടിട്ട് രാവിലെ ഒരു രാവിലത്തെ കാര്യം അങ്ങനെയൊക്കെ കാണുമ്പോഴേ ഒരു പ്രത്യേക സുഖവും സന്തോഷമൊക്കെ തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. നിങ്ങൾക്കും അതേപോലെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻസ് അറിയിക്കുക. അപ്പം അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ടിരുന്നു. പിന്നെ മക്കൾ പോയല്ലോ. അപ്പോൾ ഇനി എന്തായാലും ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനിന്ന് ഉണക്കമീൻ കറിയും അതുപോലെ ക്യാബേജ് തോരനുമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുക്കളയ്ക്ക് തന്നെ തിരിച്ച് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ബോറടിക്കണില്ല എന്ന് ഞാൻ വിചാരിക്കണു. അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ കമൻസ് അത്യാവശ്യമാണ്. അപ്പോൾ കുറേ പേര് എനിക്ക് സ്ഥിരമായിട്ട് കമൻസ് അറിയിക്കണവരുണ്ട് കുറച്ചൊക്കെ. പക്ഷെ എന്നാലും അത് പോരാ. എനിക്ക് എല്ലാവരുടെയും കമൻസ് വായിക്കാൻ ഇഷ്ടമാണ് കേട്ടോ, റിപ്ലൈ തരാനും ഒക്കെ. അപ്പോൾ നിങ്ങളെന്തായാലും കമൻസ് അറിയിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ക്യാബേജ് തോരനാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് വെക്കണത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഈ ഒരു ക്യാബേജ് തോരനൊക്കെ റെഡിയാക്കണം എന്നുള്ളത് ഒന്ന് കമൻസ് അറിയിക്കുക. കടുകും അതുപോലെ നമ്മുടെ തോരപ്പരിപ്പ് അതുപോലെ ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ക്യാബേജ് തോരൻ റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ക്യാബേജ് തോരനിൽ നമുക്ക് ക്യാരറ്റും ചേർത്താം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെയാണ് ചില സമയത്ത് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം, നിങ്ങളെങ്ങനെയാണ് തയ്യാറാക്കണമെന്നൊക്കെ വെച്ചാൽ അതുപോലെ അത് എനിക്കൊന്ന് കമൻസ് അറിയിക്കുക. അപ്പോൾ വേറെ രീതിയിലാണെങ്കിൽ എനിക്കത് കണ്ട് പഠിക്കാമല്ലോ, അതിനായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ക്യാബേജ് തോരനൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ആദ്യം കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എങ്ങനത്തെ വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ എങ്ങനത്തെ വേണ്ടതെന്ന് നിങ്ങൾ കമൻസ് അറിയിച്ചാൽ ഞാൻ അതൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വീട്ടിൽ പണികളുണ്ട്. മഴയായതുകൊണ്ട് ഡ്രസ്സ് ഇത്രയും കാലം വെയിലാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല തകൃതിയായിട്ട് മഴ പെയ്തപ്പോൾ മഴ വേണ്ടാന്നല്ല, തുണി ഉണങ്ങാണ്ടാവും നമ്മൾ അതും പറയൂലേ. അതാണ് മനുഷ്യന്മാരുടെ കാര്യം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാം വേണം. അതാണ് നമ്മളങ്ങനെയാണ്. അതിനെ തിരുത്തിയിട്ടൊന്നും ഇനി കാര്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും തോരൻ റെഡിയാക്കി എടുത്തു. കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മളിതാ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇവിടെ മീൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ മാന്തളാണ് കേട്ടോ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വഴുതനങ്ങയും അതുപോലെ വാഴയ്ക്കും മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കറി വയ്ക്കാൻ തുടങ്ങാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ളത് വേണമെങ്കിൽ എനിക്ക് കമൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം അതിൽ കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചു. എന്നിട്ടതാ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതലും ഉണക്കമീൻ കറി വെക്കുന്ന സമയത്ത് സവാള ചേർക്കാറുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യണത്. സവാള ഇട്ട ശേഷം അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉള്ളി വതക്കണ സമയത്ത്. പിന്നെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി, കാരണം നമ്മൾ ഉണക്കമീനാണ് വെക്കുന്നത്. അപ്പോൾ ഓൾറെഡി അതിൽ ഉപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ പുളിവെള്ളം ഒഴിക്കണില്ല. അപ്പോൾ ഞാൻ കുറച്ച് വേറെ പച്ചവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വേകാനാകുമ്പോഴാണ് ഞാൻ പുളി ചേർക്കാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ആ പുളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങൾ വേകാൻ കുറച്ച് താമസം വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്തു. പുളിവെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല പുളി ഒഴിക്കണത്. അപ്പോൾ ഇതാ മീൻ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ ഉടയാണ്ട് നോക്കണം കേട്ടോ, കാരണം ഈ മീനിന് അത്ര വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഉടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇവിടെ മീൻ ഉടഞ്ഞു പോയാൽ അത്രയ്ക്ക് ഇഷ്ടമില്ല ഇക്കാക്കൊന്നും. അപ്പോൾ ഞാനത് അങ്ങനെയാണ് ലാസ്റ്റ് സമയത്താണ് മീനൊക്കെ ചേർക്കാറുള്ളത്. അപ്പോൾ മീനിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണക്കമീനിന് തേങ്ങ കുറച്ച് അത്യാവശ്യമാണ്. പച്ചമീൻ മത്തിയും അങ്ങനെയൊക്കെ വെക്കണ സമയത്ത് തേങ്ങയില്ലെങ്കിൽ അത്രയ്ക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ഉണക്കമീൻ കറി വയ്ക്കുമ്പോൾ തേങ്ങ കൂടിയേ തീരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതാ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ മീനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് കാണിക്കുകയാണ് ഞാൻ. കണ്ടില്ലേ, മീനങ്ങനെ ഉടയൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചു, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേറെ പണികളൊക്കെ ഏകദേശം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീതനയൊക്കെ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ കേബേജും ക്യാരറ്റും കൂടെ തോരൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഇപ്പോൾ റെഡിയാക്കിയ കറിയൊക്കെ അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത കുളി കഴിഞ്ഞിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിച്ച് വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി, പിന്നെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വെളിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നല്ല പച്ചപ്പാണ്. നമ്മുടെ കറിവേപ്പില മരം വെട്ടിയിട്ടാ, അത് പറയാൻ മറന്നു. അപ്പോൾ അത് കറിവേപ്പില വെട്ടണതിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഒരു കുഞ്ഞു മോർണിംഗ് റൊട്ടീനാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.